നമസ്കാരം, ജ്യോതിർവാണിയിലേക്ക് സ്വാഗതം. ധനുരാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നാളുകളായി മനസ്സിൽ വെച്ചിരുന്ന ഒരു കാര്യത്തിന് ഇനി വീണ്ടും ചലനം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടും നടന്നില്ലെന്ന് കരുതി മാറ്റിവെച്ച ഒരു വിഷയം തന്നെയായിരിക്കാം അത്. പക്ഷേ ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇനി നടക്കില്ല എന്ന് കരുതിയിടുന്നിടത്ത് നിന്ന് തന്നെ ഒരു പുതിയ വഴി തുറക്കാം. അതുകൊണ്ട് ഈ ആഴ്ച ധനുരാശിക്കാർ ഒരു കാര്യത്തിലും പെട്ടെന്ന് കൈവിടരുത്. പ്രത്യേകിച്ച് ജോലി, പണം, യാത്ര, കുടുംബത്തിലെ ഒരു പ്രധാന തീരുമാനം, ഇവയിൽ ഒന്നുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. എല്ലാ ധനുരാശിക്കാർക്കും ഒരേ രീതിയിൽ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം അവസാനം നിങ്ങളുടെ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇനി നോക്കാം, ഈ ആഴ്ച ധനുരാശിക്കാർക്ക് എന്താണ് കാത്തിരിക്കുന്നത്. ജോലിയുടെ കാര്യത്തിൽ ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയൊരു സമ്മർദ്ദം അനുഭവപ്പെടാം. ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വരാം. പക്ഷേ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലിയെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയമാണ്. മേലധികാരികളിൽ നിന്ന് ഒരു അഭിനന്ദനമോ പുതിയ ഉത്തരവാദിത്വമോ ലഭിക്കാം. ചിലർക്ക് ജോലി മാറുന്നതിനെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും ശക്തമാകും. പ്രത്യേകിച്ച് നേരത്തെ അപേക്ഷിച്ച ജോലിയിൽ നിന്ന് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ അറിയിപ്പ് വരാൻ സാധ്യത ഈ വാരം കാണുന്നു. ജോലി അന്വേഷിക്കുന്ന ധനുരാശിക്കാർ പ്രതീക്ഷ കൈവിടരുത്. ഒരു അവസരം വൈകിയെത്തിയാലും അതിൻ്റെ ഫലം നല്ലതായിരിക്കും. ബിസിനസ്സിൽ പെട്ടെന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ നിലവിലുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതാണ് ഈ ആഴ്ച നല്ലത്. പുതിയ ആളുകളുമായി ബന്ധപ്പെടേണ്ടി വരാം. അതിൽ ഒരാൾ ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. പണം മുടക്കുമ്പോൾ രേഖകളും കരാറുകളും 2 തവണ പരിശോധിക്കേണ്ടതാണ്. മറ്റൊരാളുടെ വാക്കുമാത്രം വിശ്വസിച്ച് സാമ്പത്തിക തീരുമാനം എടുക്കാതിരിക്കുക. അതേസമയം നാളുകളായി കിട്ടാനുള്ള ഒരു പണമോ കുടിശ്ശികയോ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. സാമ്പത്തികമായി ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വരവും ചെലവും ഒരുമിച്ച് ഉണ്ടാകാം. ഒരു ഭാഗത്ത് നിന്ന് പണം വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് ചെലവ് വരാം. വീടുമായി ബന്ധപ്പെട്ടോ യാത്രാ ചെലവോ കുട്ടികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ചെലവോ ഉണ്ടാകാം. പക്ഷേ വലിയ സാമ്പത്തിക നഷ്ടം വരുമെന്ന് കരുതി ഭയപ്പെടേണ്ട. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആഴ്ച കടം കൊടുക്കുന്നതിലും മറ്റൊരാൾക്ക് വേണ്ടി സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലും ജാഗ്രത വേണം. നിങ്ങളുടെ പണം നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ നിർത്തുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും അത് വലിയ പ്രശ്നമായി മാറാതെ നോക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഒരു വാക്ക് മറ്റൊരാൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ധനുരാശിക്കാർക്ക് ഏറ്റവും ആവശ്യം സംസാരിക്കുന്നത് മുമ്പുള്ള ഒരു ചെറിയ ഇടവേളയാണ്. വീട്ടിൽ മുതിർന്ന ഒരാളുടെ ആരോഗ്യകാര്യത്തിലോ ഏതെങ്കിലും വ്യക്തിയുടെ വിഷയത്തിലോ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായി വരാം. അതേസമയം കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയും കേൾക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകാം. നേരത്തെ വന്ന ഒരു ആലോചന വീണ്ടും സംസാരത്തിലേക്ക് വരാം. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില തടസ്സങ്ങൾ പതുക്കെ മാറാനും ഈ വാരം സാധ്യത കാണുന്നു. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പ്രണയബന്ധത്തിലുള്ളവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയരുത്. ഒരു ചെറിയ തർക്കം വലിയ പ്രശ്നമാക്കാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് തുറന്ന് സംസാരിച്ചാൽ ബന്ധത്തിൽ നല്ല മാറ്റമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശ്രദ്ധ കുറയാൻ സാധ്യത കാണുന്നു. പഠിക്കണമെന്ന് കരുതിയിട്ടും ഫോൺ, സോഷ്യൽ മീഡിയ, മറ്റു കാര്യങ്ങൾ എന്നിവ ശ്രദ്ധ തിരിക്കാം. പക്ഷേ പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായ സമയമാണെങ്കിൽ ഇനി സമയം കളയരുത്. ഒരിക്കൽ പഠിക്കാനിരുന്നാൽ തുടർച്ചയായി പഠിക്കുന്ന ശീലം ഉണ്ടാക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പഴയൊരു വിഷയം വീണ്ടും പഠിക്കുന്നത് വലിയ ഗുണം ചെയ്യും. യാത്രയ്ക്ക് സാധ്യതയുള്ള ആഴ്ചയാണ്. ചിലർക്ക് ജോലി സംബന്ധമായ യാത്രയും ചിലർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രയും ഉണ്ടാകാം. ദൂരയാത്ര ചെയ്യുന്നവർക്ക് രേഖകളും
ടിക്കറ്റും സമയവും മുൻകൂട്ടി പരിശോധിക്കേണ്ടതാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് നേരത്തെ മുടങ്ങിയ ഒരു നടപടിയിൽ വീണ്ടും പ്രതീക്ഷ നൽകുന്ന വാർത്ത ലഭിക്കാം. ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യം, ധനുരാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തീരുമാനമാണ്. എന്നാൽ ആ തീരുമാനം മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ എടുത്താൽ പിന്നീട് വിഷമിക്കേണ്ടി വരാം. അവർ എന്തു പറയും എന്ന ചിന്ത മാറ്റിവെച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു അവസരം വന്നാൽ അതിനെ ഉടൻ നിരസിക്കരുത്. ഈ അവസരത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. നക്ഷത്രക്കാർക്കുള്ള പ്രത്യേക സൂചന നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് പഴയൊരു തടസ്സം മാറാനുള്ള സൂചനയുണ്ട്. ജോലി, പണം, യാത്ര എന്നിവയിൽ ഒന്നിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പ്രധാനമാകും. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരാളിൽ നിന്ന് സഹായം ലഭിക്കാം. ഉത്രാടം ആദ്യപാദക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. എന്നാൽ ഒരിക്കൽ മുടങ്ങിയ കാര്യം വീണ്ടും തുടങ്ങാനുള്ള അവസരം ലഭിക്കാം. ഈ ആഴ്ചയിലെ ഭാഗ്യസൂചനകൾ. ഈ ആഴ്ച ധനുരാശിക്കാർക്ക് അനുകൂലമായ ദിവസം ചൊവ്വയും വ്യാഴവുമാണ്. ഭാഗ്യനിറം മഞ്ഞയും ഇളം പച്ചയും. ഭാഗ്യസംഖ്യ 3. എന്നാൽ ഓർക്കണം, ഭാഗ്യസൂചനകൾ മാത്രം നോക്കി തീരുമാനമെടുക്കാതെ നിങ്ങളുടെ വിവേകവും പരിശ്രമവും കൂടെ ഉപയോഗിക്കേണ്ടതാണ്. ഈ ആഴ്ച ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച രാവിലെ കഴിയുമെങ്കിൽ ഗുരുവായൂരപ്പനെയോ ശ്രീകൃഷ്ണനെയോ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് ഭക്തിയോടെ ജപിക്കാം. പ്രാർത്ഥനയുടെ ലക്ഷ്യം വെറും ഭാഗ്യം നേടുന്നതല്ല, മനസ്സിന് വ്യക്തതയും ശരിയായ തീരുമാനമെടുക്കാനുള്ള ശക്തിയും ലഭിക്കാനും കൂടിയാണ്. ധനുരാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇതാണ്: വൈകുന്നത് പരാജയമല്ല. നാളുകളായി കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു ചലനം കാണുമ്പോൾ അതിനെ അവഗണിക്കരുത്. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു പുതിയ വ്യക്തിയുടെ വരവ്, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത അവസരം, ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് ഈ ആഴ്ച മനസ്സ് തുറന്ന് മുന്നോട്ട് പോകുക. നിങ്ങൾ കാത്തിരുന്ന മാറ്റം ഏതു വഴിയിലൂടെ ആണ് വരുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല. പക്ഷേ വാതിൽ തുറക്കുമ്പോൾ അത് തിരിച്ചറിയാൻ തയ്യാറായിരിക്കുക. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷവും സമാധാനവും നല്ല അവസരങ്ങളും ലഭിക്കട്ടെ. ഈശ്വര അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.